السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه الفائزين برضا الله. يا عباد الله اتقوا الله. وعن معاوية بن أبي سفيان رضي الله عنه أنه سمع النبي صلى الله عليه وسلم يقول: من يرد الله به خيرا يفقهه في الدين. متفق عليه. സഹോദരങ്ങളെ, അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഒരുപോലെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നമ്മെ മുത്തഖയ്യങ്ങളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി അലൈഹി 71-ാമത്തെ ഹദീസ് നമ്പറായും ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 1037-ാമത്തെ ഹദീസ് നമ്പറായും രേഖപ്പെടുത്തിയ മുആവിയത്ത് ബിൻ അബി സുഫിയാൻ റളിയല്ലാഹു അൻഹുവിൽ നിവേദനം ചെയ്യുന്ന ഒരു ഹദീസാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത്. ഈ ഹദീസിലുള്ള ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ: ഒന്ന്, മൻ യുരിദില്ലാഹു ബിഹി, അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചാൽ, അള്ളാഹുവിൻ്റെ ഉദ്ദേശം, അതിന് മശീഅത്ത് എന്ന് പറയും. അത് അള്ളാഹുവിൻ്റെ സിഫത്തിൽപ്പെട്ടതാണ്. ആ സിഫത്ത് സൃഷ്ടികളോട് താരതമ്യപ്പെടുത്താനോ അല്ലെങ്കിൽ അവരോട് സാദൃശ്യപ്പെടുത്താനോ പാടില്ല. അങ്ങനെ വന്നാൽ അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുന്ന അതീവ ഗുരുതരമായ അവസ്ഥയിലേക്ക് എത്തും. ആ മശീഅത്തിനനുസരിച്ച് ഒരാൾക്ക് അള്ളാഹു സുബ്ഹാനഹു വ തആല ഖൈർ നൽകാൻ ഉദ്ദേശിച്ചാൽ അതിൻ്റെ അടയാളങ്ങളിൽപ്പെട്ട ഒന്നാണ് അറിവിൽ അയാളെ ഫഖീഹ്, അവഗാഹമുള്ള ആളായി തീർക്കും എന്നുള്ളത്. ഇല്ലെങ്കിൽ അയാൾ എത്ര പഠിച്ചാലും എത്ര അറിഞ്ഞാലും മൂഢനായി മാറുകയും ചെയ്യും. നമ്മളൊക്കെ നേരം പുലർന്ന ഒരുപാട് ദുആകൾ അതിൽപ്പെട്ടൊന്നാണ് അല്ലാഹുമ്മ ഇന്നി അസ്അലുക ഇൽമൻ നാഫിഅൻ വഅമലൻ മുതഖബ്ബലൻ വറിസ്ഖൻ ത്വയ്യിബൻ. ലഫ്ദുൽ അങ്ങോട്ടും കൊടുക്കുകയാണെങ്കിൽ പോലും ഇത് ഫലപ്പെടുന്നത് ആർക്കാണ്? ഒരു ഉപകാരപ്രദമായ അറിവ് ലഭിക്കുന്നതിലൂടെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ സൗഭാഗ്യം അവൻ്റെ അടിമകൾക്ക് വർഷിക്കുന്നത്. അപ്പം അത് ലഭിക്കുക എന്നുള്ളത് മഹാസൗഭാഗ്യത്തിൻ്റെ അടയാളമാണ്. അള്ളാഹുവിൻ്റെ മശീഅത്ത് ഇല്ലെങ്കിലോ അത് ലഭിക്കുകയില്ല. ഉദാഹരണമായി ഒരു ഡോക്ടറും ഒരു എഞ്ചിനീയറും അല്ലെങ്കിൽ ഒരു IT മേഖലയിൽ അല്ലെങ്കിൽ ഒരു വക്കീൽ എത്ര കൊല്ലം പഠിച്ചുണ്ടാക്കണം അയാൾ? എത്ര വർഷം, എത്ര മാസങ്ങൾ, എത്ര ആഴ്ചകൾ, എത്ര മണിക്കൂറുകൾ അതിനു വേണ്ടി എടുക്കണം? എന്നിട്ട് നിസ്കരിക്കുന്നത് തക്ബീറത്തുൽ ഇഹ്റാം മുതൽ സലാം വിടുന്നത് വരെയുള്ളത് ഞാൻ എന്താണ് ഈ പറഞ്ഞത്, ഞാൻ എന്താണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നേരം വെളുത്ത് വൈകുന്നേരമാകുന്നത് വരെ നോമ്പ് പിടിച്ചിട്ട് എന്താണ് ഇപ്പം അതിൻ്റെ മർമ്മം എന്നറിയാത്ത, ഒരു 5 മിനിറ്റ് സമയം അള്ളാഹുവിൻ്റെ കിതാബ് ഒന്ന് മുമ്പിൽ വെച്ചിട്ട് ഓതണേ എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ മുമ്പിൽ മുട്ട് വരച്ചിട്ടല്ലാതെ ഓതാൻ കഴിയാത്ത, തഫ്സീറുകൾ മനസ്സിലാക്കാൻ കഴിയാത്ത, ഹദീസുകളിൽ ഒന്നുപോലും ജീവിച്ചിട്ട് 50 കൊല്ലോ 60 കൊല്ലോ 100 കൊല്ലം വരെ കഴിഞ്ഞ ഖുത്ബയിൽ പറഞ്ഞ പോലെ 100 കൊല്ലം ജീവിച്ചവർക്ക് കിട്ടുന്നത് 30,000 ചില്ലാനം ദിവസങ്ങളാണ്. അങ്ങനെ ഉണ്ടായിട്ട് ഒന്നതിൻ്റെ സനതും മതനും പറഞ്ഞു പറയാൻ കഴിയാതെ പോകുന്നു എന്നുള്ളത് വലിയ അപകടകരമാണ്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളിൽ ഈ മശീഅത്ത് ഉദ്ദേശിച്ചിട്ടില്ല, ഖൈർ ഉദ്ദേശിച്ചിട്ടില്ല. എപ്പോഴെല്ലാം പഠിക്കാനും മനസ്സിലാക്കാനുമുള്ള അവസരങ്ങൾ നമുക്ക് കിട്ടുമോ അപ്പോഴൊക്കെ അള്ളാഹുവിൻ്റെ മശീഅത്ത് അനുസരിച്ച് ഖൈർ നമ്മളിലേക്ക് വന്നു ചേരുകയാണ്. ഇല്ലെങ്കിൽ ആ ഖൈർ നമുക്ക് ലഭിക്കാതെ പോകുന്നു എന്ന് ഭയപ്പെടുകയും വേണം. അതാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നത്. വമൻ യുരിദില്ലാഹു ബിഹി ഖൈറൻ, ഏതെങ്കിലും ഒരാൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖൈർ ഉദ്ദേശിച്ചാൽ കെട്ടുകണക്കിന് കറൻസി കൊടുക്കുമെന്നല്ല പറഞ്ഞത്, ഏക്കർ കണക്കിന് ഭൂമി കൊടുക്കുമെന്നല്ല പറഞ്ഞത്, പറമ്പ് നിറച്ച മറ്റെന്തെങ്കിലും അനുഭവങ്ങൾ കൊടുക്കുമെന്നല്ല പറഞ്ഞത്. യുഫഖിഹു ഫിദ്ദീൻ, ദീനിൽ അയാൾക്ക് അവഗാഹമായ ജ്ഞാനം ഉണ്ടാവും. അയാൾ വലിയ കിതാബുകൾ പഠിച്ചു എന്നല്ല പറഞ്ഞത്, മറിച്ച് ഒരു സാങ്കേതികമായ എന്തെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടുമ്പോൾ അതിന്റെ ശരിയായ രൂപം ഇന്നതാണ്, ഖുർആനിൽ ഇത്രാമത്തെ സൂറത്തിൽ ഇന്ന ആയത്തിൽ പറഞ്ഞിട്ടുണ്ട്, അല്ലെ ഹദീസിൽ ഇങ്ങനെയുണ്ട് എന്ന് പറയാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെയുള്ള മഹാ ഖൈറിന്റെ ഉടമകളായി തീരാനുള്ള തൗഫീഖ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രവിശാലമായവന്റെ ഖൈറിൽ അനുസരിച്ച് ജീവിക്കുവാനുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് പ്രദാനം ചെയ്യട്ടെ. എല്ലാവിധ ശർറ് ബലാഗും മുസീബത്തിൽ നിന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെയും നമ്മുടെ കുടുംബത്തെയും
നമ്മളെയും സന്താന പരമ്പരകളെയും കാത്തുരക്ഷിക്കട്ടെ. നമ്മിൽ നിന്നും മരണപ്പെട്ടവർക്ക് അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കട്ടെ. രോഗികൾക്ക് അല്ലാഹു ശിഫയും സമാധാനവും ആഫിയത്തും ദീർഘായുസ് നൽകി അനുഗ്രഹിക്കട്ടെ. ഈമാനും ഇഖ്ലാസും തഖ്വയും ഖുശൂഉമുള്ളവരായി ജീവിക്കുവാനും ജീവിതാന്ത്യം വരെ ആ തഖ്വ കാത്തു സൂക്ഷിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യട്ടെ. മരണസമയത്ത് അഫ്ളലു ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ കാമിലായ ഈമാനോടുകൂടി പറഞ്ഞ് കണ്ണടയ്ക്കാൻ ഭാഗ്യം ലഭിക്കുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ നമ്മുടെ കുടുംബത്തെ ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. നമ്മോട് ദുആയ്ക്ക് വസീയത്ത് ചെയ്തവരുടെ നല്ല മുറാദുകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കി കൊടുക്കട്ടെ. അവരുടെയും നമ്മുടെയും പ്രയാസങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വ തആല എളുപ്പമാക്കുകയും പ്രയാസങ്ങൾ ദൂരീകരിച്ചു കൊടുക്കുകയും ചെയ്യട്ടെ. നാളെ പാരത്രികമായ ലോകത്ത് അമ്പിയാക്കളും മുർസലുകളും ഔലിയാക്കളും സലഫുസ്സാലിഹുകളും ശുഹദാക്കളുമുള്ള സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുവാൻ സാധുക്കളായ നമ്മുടെ മാതാപിതാക്കൾക്കും നമുക്കും സന്താന പരമ്പരകൾക്കും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ യഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം വഗ്ഫിർ ലനാ യാ ഗാഫിറൽ മുദ്നിബീൻ. റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുർരിയ്യാതിനാ ഖുർറത അയ്യുനിൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. ആമീൻ 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 ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സുബ്ഹാന റബ്ബിക റബ്ബിൽ ഇസ്സതി അമ്മാ യസിഫൂൻ വസലാമുൻ അലൽ മുർസലീൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സുബ്ഹാനക അല്ലാഹുമ്മ വബിഹംദിക അശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.